അപ്പോൾ ഈ പാഠഭാഗത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നല്ല മണ്ണ്, നല്ല വെള്ളം, നല്ല വായു. നന്നായി ജീവിക്കാൻ എന്തൊക്കെ വേണം മനുഷ്യന്? നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വായുവും ഒക്കെ വേണമല്ലേ? മണ്ണും വെള്ളവും വായുവും മലിനമാവാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം എന്താണ് പാഠത്തിൻ്റെ പേരെന്നറിയോ? കാലവർഷത്തിൻ്റെ എഴുന്നള്ളത്ത്. അപ്പോൾ ഒരു മിഥുന സായാഹ്നം, അതായത് സായാഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്നേരം അല്ലേ? കാറിലും കറുപ്പിലും മറഞ്ഞ തെന്മല മരങ്ങൾ ചർച്ചയൊരുക്കി. ചിലർ പറഞ്ഞു സൂര്യനില്ല, ചിലർ പറഞ്ഞു സൂര്യൻ മരിച്ചു, ചിലർ പറഞ്ഞു മഴമേഘങ്ങളുടെ മറവിൽ അദ്ദേഹം ഇരിക്കുന്നു. നമ്മളുടെ കണ്ണിൽ പെടുന്നില്ല, സൂര്യനുണ്ട്. തെന്മലക്കാറ്റ് വരുന്നു, മഴ വരുന്നു, വലിയ മുത്തുമഴ, കാറ്റ്, മഴ, ഇടി, പാടവും റോഡും കലങ്ങിയ വെള്ളം കൈയടക്കി. മഴത്തുള്ളി പറഞ്ഞു വൃത്തികെട്ട മനുഷ്യർ വൃത്തികേടാക്കി മുക്കിലിട്ട ഭൂമി, ആ ഓട്ടുപാത്രം നമുക്ക് തേച്ച് വെളുപ്പിക്കാം. അപ്പം എന്താണ്? മനുഷ്യർ വൃത്തികേടാക്കിയ ഭൂമിയെ നമുക്ക് എന്ത് ചെയ്യണം? തേച്ച് വെളുപ്പിക്കണം. മഴവെള്ളത്തിൽ തല ഒലുമ്പുന്ന വള്ളികളെ, മഴവെള്ളത്തിൽ പിന്നെ തോർത്തു മാത്രം എടുത്ത മരങ്ങൾ, മലവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പെരുമ്പാമ്പായ കറുത്ത പാത. അപ്പോൾ ഇവിടെ എന്താണ്? ആകെ മലിനമായിരിക്കുകയാണ് എന്ത്? ഭൂമിയിലെ. അപ്പോൾ ആ ഭൂമിയിലെ മലിനമൊക്കെ പിന്നെ തുടച്ചു മാറ്റാൻ നമുക്ക് മനുഷ്യർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണിത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? പ്രകൃതിയെ പിന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് പാഴ്വസ്തുക്കളൊന്നും വലിച്ചെറിയരുത്. ചപ്പുചവറുകളൊക്കെ എന്ത് ചെയ്യണം? വലിച്ചെറിയാതെ പിന്നെ എന്താ ഒരു ഭാഗത്ത് ശേഖരിച്ചതിന് ശേഷം ഇപ്പൊക്കെ എന്താണ് പിന്നെ ഓരോ പഞ്ചായത്തുകളായാലും മുനിസിപ്പാലിറ്റികളിൽ നിന്നൊക്കെ എന്താണ് നമ്മുടെ വീടുകളിൽ വന്നിട്ട് പിന്നെ ശേഖരിച്ചിട്ട് പോവാറുണ്ടല്ലേ? എന്ത് മാലിന്യങ്ങളൊക്കെ ഓരോന്നും എന്താ ഓരോ ഭാഗത്തായി പ്ലാസ്റ്റിക് ഓരോന്നും വേർതിരിച്ച് വെച്ചാൽ അവർ വന്ന് ശേഖരിച്ച് കൊണ്ടുപോകും. അപ്പോൾ വീട്ടിൻ്റെ അടുത്തോ പരിസരത്തോ തോടിലോ റോഡിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഓരോന്നും വേസ്റ്റുകളൊന്നും വലിച്ചെറിയാനൊന്നും പാടില്ല. ഇങ്ങനെയൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാൽ എന്താക്കാൻ പറ്റും? നമുക്ക് ഭൂമിയെ നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി സാധിക്കും.